നമസ്കാരം, വിവിസി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. മടക്കത്താനം മറയങ്കാട്ടിൽ കോളനിയിലെ 9 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനായി റവന്യൂ സംഘം എത്തി. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്നും സംഘം പിന്മാറി. ഇറാഖിലെ വിമതരുടെ പിടിയിൽ അകപ്പെട്ടവരിൽ തൊടുപുഴ ചുങ്ക സ്വദേശിനി സലിജയും മന്ത്രി പി ജെ ജോസഫ് സലിജയുടെ ചുങ്കത്തുള്ള വീട്ടിൽ സന്ദർശനം നടത്തി. തൊടുപുഴ ശുദ്ധജല വിതരണ പദ്ധതി നിർമ്മാണത്തിന് തുടക്കമായി. മുനിസിപ്പൽ ചെയർമാൻ എം ഹാരിദ് ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറത്ത് സ്വകാര്യ ബാങ്കിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് നാട്ടുകാരും പരാതിക്കാരും പ്രതിഷേധവുമായി എത്തിയത് നാടകീയ സംഭവങ്ങൾക്കിടയാക്കി. സ്വന്തമായി കുപ്പിവെള്ളം വിപണിയിലെത്തിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഉപകരണങ്ങൾ സാങ്കേതിക തകരാർ മൂലം വൈകും. ഏറ്റവും പ്രധാന യന്ത്രസാമഗ്രിയിൽ തകരാർ കണ്ടതിനാൽ ട്രയൽ റൺ മാറ്റിവെച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. മടക്കത്താനം മറയങ്കാട്ടിൽ കോളനിയിലെ 9 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനായി റവന്യൂ സംഘം എത്തി. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്നും സംഘം പിന്മാറി. മൂവാറ്റുപുഴ RDO PN സന്തോഷിന്റെ നേതൃത്വത്തിലാണ് റവന്യൂ സംഘം എത്തിയത്. കോളനി ഒഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥരും പോലീസും എത്തുന്നതറിഞ്ഞ് രാവിലെ മുതൽ പ്രതിഷേധവുമായി നാട്ടുകാർ നിലയുറപ്പിച്ചിരുന്നു. വൻ സന്നാഹങ്ങളുമായി ഉദ്യോഗസ്ഥ സംഘം എത്തിയതോടെ പ്രതിഷേധം കടുത്തതായി. ഇതിനിടെ ചിലർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. സിലിണ്ടറിൽ നിന്നും പാചകവാതകം തുറന്നുവിട്ടായിരുന്നു ആത്മഹത്യാ ഭീഷണി. മൂവാറ്റുപുഴ RDO PN സന്തോഷിന്റെ നേതൃത്വത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർ കുടിയൊഴിപ്പിക്കാനെത്തിയത്. JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വൻ പോലീസ് സന്നാഹവും ഒപ്പമുണ്ടായിരുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്നും ഒടുവിൽ സംഘം പിൻവാങ്ങി. കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തെ ചെറുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. ഞങ്ങൾക്ക് വേറെ ഒരു ഇടവില്ല, ഞങ്ങൾക്ക് മരിക്കാൻ മാത്രമേ രക്ഷയുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത മനുഷ്യരാണ് ഞങ്ങൾ. ഇന്ന് കയറി കിടക്കാൻ ഈ ഒരു കിടപ്പടം പോലും ഞങ്ങൾക്കില്ല, സ്വന്തമായിട്ടില്ല. ഒരു നല്ല പെര പോലുമില്ല, ഒരു ഷീറ്റ് വലിച്ചു കെട്ടി കിടക്കണ വീടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളു. കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു കുടിയൊഴിപ്പിക്കൽ നീക്കം. 9 കുടുംബങ്ങളെയും കുടിയൊഴിപ്പിക്കാൻ മൂവാറ്റുപുഴ RDOയ്ക്ക് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിരുന്നു. സംഘർഷാവസ്ഥയും തുടർന്നുണ്ടായ സാഹചര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് RDO അറിയിച്ചു. PBC ന്യൂസ്, തൊടുപുഴ. ISM സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുമ്പങ്കലിൽ നടന്നു. സൽഫി മദ്രസ ഓഡിറ്റോറിയത്തിൽ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ കാര്യങ്ങളും സശ്രദ്ധം കേൾക്കാനും നല്ല കാര്യങ്ങൾ പിൻപറ്റാനും ആ പിൻപറ്റുന്നവരാണ് മാർഗദർശകരെന്നും അക്കൂട്ടരാണ് ബുദ്ധിമാന്മാരെന്നും അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെന്നും ഇവിടെ ബഹുമാന്യനായ ഇമാം ഓതി വെച്ച അത് തുടക്കമാണ്. ഇരുട്ടിൽ നിന്നും ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ആദ്യമായി ഖുർആൻ പറഞ്ഞത് നീ വായിക്കാനാണ്. ജില്ലാ പരീക്ഷാ കൺട്രോളർ മുജീബ് KB അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തകൻ സാബു നെയ്ശ്ശേരി, ISM മുൻ സംസ്ഥാന സെക്രട്ടറി MM അബ്ബാസ്, സാലഹി സലഫി മസ്ജിദ് ഇമാം അബ്ദുൽ ഗഫൂർ സ്വാലഹി, ISM ജില്ലാ സെക്രട്ടറി നിസാർ അബ്ദുൽ കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാവരും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം അകലം കുറയ്ക്കുവാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ നെയ്ശ്ശേരി കവലയിലെ ഏതാണ്ട് 130ഓളം മുസ്ലിം യുവാക്കൾ അംഗങ്ങളായുള്ള ഒരു ക്ലബിന്റെ ഭാരവാഹിയായി കുറേ നാളുകൾ പ്രവർത്തിച്ചു.
അപ്പോൾ ചില രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്ക് ഒരു സംശയം, ഇത് വലിയൊരു ശക്തിയായി മാറുമോ എന്ന് തോന്നിയപ്പോൾ അതിൽ ചെറിയൊരു പിന്നിപ്പുണ്ടാക്കി ഈ ക്ലബ്ബ് 2 or 3 കഷ്ണങ്ങളായി മാറി. അപ്പൊ ഞാൻ പ്രവർത്തനം കൂടുതൽ തൊടുപുഴയ്ക്ക് മാറ്റി. ഇപ്പൊ ഈ ക്ലബ്ബുമില്ല, വോളിബോളുകളെയും ഇല്ല. എല്ലാവരും അവരവരുടേതായ ഒരു ലൈനിൽ ഈ പറയുന്ന പഴയ ജാതി മത വ്യത്യാസമില്ലാതെ ഉള്ള സൗഹൃദം ഇപ്പം ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ ആ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് വരുവാൻ ഇടയാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇറാഖിലെ വിമതരുടെ പിടിയിലകപ്പെട്ടവരിൽ തൊടുപുഴ ചുങ്കം സ്വദേശിനിയും ചുങ്കം പൊളിയനാൽ ഷിജിയുടെ ഭാര്യ സലിജിയാണ് വിമതരുടെ പിടിയിലകപ്പെട്ടവരിൽ ഒരാൾ. മന്ത്രി പി ജെ ജോസഫ് സലിജിയുടെ ചുങ്കത്തുള്ള വീട്ടിൽ സന്ദർശനം നടത്തി. ഇറാഖിൽ ബന്ദികളാക്കപ്പെട്ട നഴ്സുമാരെ ഉടൻ നാട്ടിലെത്തിക്കാൻ സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചതായി മന്ത്രി പറഞ്ഞു. 1 വർഷം മുമ്പാണ് നഴ്സായി സലിജ ഇറാഖിലേക്ക് പോയത്. അടുത്ത മാസം ലീവിന് വരാനിരിക്കെയാണ് സലിജ വിമതരുടെ പിടിയിലകപ്പെട്ടത്. സലിജ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നും മലയാളി നഴ്സുമാരെ വിമതർ 2 ബസ്സുകളിൽ കയറ്റിയതിനു ശേഷം ആശുപത്രി പൂർണ്ണമായും തകർത്ത് കളയുകയായിരുന്നു. 2 ദിവസം മുമ്പ് സലിജ വീട്ടിലേക്ക് വിളിച്ചിരുന്നതായും ലഘുഭക്ഷണവും കുടിവെള്ളവും വിമതർ നൽകിയെന്നും ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും പറഞ്ഞതായി മാതാവ് പറഞ്ഞു. വെടിവെച്ചെന്നല്ല പറഞ്ഞു, ചില്ല് പൊട്ടി തെറിച്ചതാന്നാ പറഞ്ഞത്. അതെ, അങ്ങനെയാ പറഞ്ഞേക്കണേ. അവർ കുറേ ചെന്നപ്പോൾ അവർ ആശുപത്രി കയറ്റി മുറിവ് വെച്ച് പൊട്ടിച്ച് വിട്ടെന്നാ പറഞ്ഞത്. തലയിലെ മുറിവിടെ ഇങ്ങനെ പൊട്ടിച്ച് വിട്ടിട്ടുണ്ട് 3 പിള്ളേർക്ക്. ഭക്ഷണം അവിടെ കുറച്ച് ചെന്ന് കഴിയുമ്പോൾ ബിസ്ക്കറ്റും വെള്ളവും കൊടുത്തെന്ന് പറഞ്ഞു. ഇറാഖിലേക്ക് പോയിട്ട് 10 മാസം കഴിഞ്ഞു പറഞ്ഞു. 10 മാസം ആയിട്ടുണ്ട്. കോട്ടയം കുഴികണ്ടത്തിൽ ജോസ് അന്നമ്മ ദമ്പതികളുടെ 4 മക്കളിൽ ഇളയവളാണ് സലിജ. ഭർത്താവ് ഷിജി തൊടുപുഴയിലെ ഓട്ടോ ഡ്രൈവറാണ്. 3.5 വയസ്സുള്ള കുട്ടിയുമുണ്ട്. സംസ്ഥാനത്ത് DTPC ജീവനക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശമ്പള ഏകീകരണം, തസ്തിക ഏകീകരണം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ നടപ്പിലാക്കുന്നതിനായി അപ്പെക്സ് ബോർഡ് രൂപീകരിക്കണമെന്ന് കേരള പ്രദേശ് DTPC എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ജി രാജു വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഒട്ടനവധി ടൂറിസം മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് DTPCക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ന് ടൂറിസം മേഖലയിലെ ഒട്ടനവധി സാധ്യതയുള്ള ടൂറിസം മേഖല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് കഴിയാതെ വരുന്ന ഒരവസ്ഥ ജില്ലാ തലത്തിലുള്ള DTPCകളുടെ പ്രവർത്തന ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജില്ലാ ചെയർമാൻ ഡിസ്ട്രിക്ട് കളക്ടറാണ് എല്ലാ ജില്ലകളിലും. അപ്പോൾ അതിൻ്റെ കോഡീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള സമയം ജില്ലാ കളക്ടർമാർക്ക് സമയക്കുറവുള്ളതുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുത നിലവിലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ DTPCയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും അതുപോലെ ജീവനക്കാരുടെ കഴിഞ്ഞ 10-30 വർഷക്കാലമായി DTPC രംഗത്ത് ജോലിയെടുക്കുന്ന ജീവനക്കാർ സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേജസ് പോലും കൊടുക്കാതെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ DTPCകളുടെയും ഫണ്ട് ഏകീകരിച്ച് ഒരു ഫണ്ടാക്കുക, ജീവനക്കാർക്ക് PF, ESI, സർവീസ് ഇൻക്രിമെന്റ്, മറ്റ് ആനുകൂല്യങ്ങൾ സർക്കാർ അനുവദനീയ DA പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന രീതിയിൽ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റി ഉന്നയിക്കുന്നത്. INTUC ജില്ലാ സെക്രട്ടറി VB ബിസു, ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ്, PS റഹീം, MK സിജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭാ പ്രദേശത്ത് അടുത്ത 30 വർഷത്തേക്കുള്ള കുടിവെള്ള പദ്ധതി നിർമ്മാണത്തിന് തുടക്കമായി. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ് ഉദ്ഘാടനം നിർവഹിച്ചു. 68 കോടി രൂപ മുടക്കി തൊടുപുഴയിൽ ആരംഭിക്കുന്ന പുതിയ വാട്ടർ സപ്ലൈ സ്കീമിൻ്റെ 1ാം ഘട്ട പ്രവർത്തനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം കുറിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 70 കിലോമീറ്റർ പൈപ്പ് ലൈൻ പുതുതായി സ്ഥാപിക്കുകയാണ്. സമഗ്രമായ കുടിവെള്ള പദ്ധതി നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രൊജക്റ്റുകൾക്ക് ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി നമ്മുടെ MLA പി ജെ ജോസഫ് സാറിൻ്റെ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് നഗരസഭയ്ക്ക് ഈ 68 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിയുന്നത്. 2 ഘട്ടമായിട്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടമെന്ന നിലയിൽ ഇപ്പോൾ നിലവിൽ 70 കിലോമീറ്റർ AC പൈപ്പിന് പകരം ഉന്നത നിലവാരമുള്ള പുതിയ പൈപ്പുകൾ സ്ഥാപിക്കും. നിലവിലുള്ള കുടിവെള്ള പദ്ധതിയിലെ നിരന്തരം പൊട്ടുന്ന പൈപ്പുകളാണിവ. പഴയ പൈപ്പുകൾക്ക് പകരം പുതിയവ സ്ഥാപിച്ച് കണക്ഷനുകൾ മാറ്റി സ്ഥാപിക്കും. തൊടുപുഴ പട്ടണത്തിലെ പ്രധാന റോഡുകളിലൂടെയും ഉൾപ്രദേശങ്ങളിലൂടെയും പൊട്ടുന്ന പൈപ്പുകൾ പരിപൂർണമായി മാറ്റി സ്ഥാപിക്കും.
ഇപ്പോഴത്തെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതോടെ അവസാനിക്കും. തൊടുപുഴ, മൂലമറ്റം, ഉടുമ്പന്നൂർ, മൂവാറ്റുപുഴ, പാല, മണക്കാട് എന്നീ മെയിൻ റോഡുകളുടെ വശങ്ങളിലൂടെയാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുക. ബൈപ്പാസുകളിലും പുതിയ പൈപ്പ് സ്ഥാപിക്കുന്നുണ്ട്. പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി കുഴിക്കുന്ന റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ മന്ത്രി പി ജെ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് 7 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ തുക പൊതുമരാമത്ത് വകുപ്പിൽ മുൻകൂർ അടയ്ക്കുന്നതിന് വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനാൽ താൽക്കാലികമായ റോഡ് ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയും. പൈപ്പിടൽ ജോലിക്ക് പൊതുഘടകമായ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫ് കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കോൺട്രാക്ടർമാരുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാനും കൌൺസിലർമാരും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ജോലി ആരംഭിക്കുന്നതോടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാറ്റുന്ന പൈപ്പുകൾ 67 കോടിയുടെ പുതിയ ജലവിതരണ പദ്ധതിയുടെയും ഭാഗമായാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിർമ്മാണ പദ്ധതി ഉദ്ഘാടനത്തിൽ കൌൺസിലർമാരായ ടി ജെ ജോസഫ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, പി എസ് രാജൻ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. VBC ന്യൂസ്, തൊടുപുഴ.